ഹായ് ഗൈസ്, ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ഷൂട്ടിലാണ്. ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ക്ലാസ് റൂം. എന്റെ കോസ്റ്റ്യൂം കണ്ടോ ഗൈസ്? ഇഞ്ചൊക്കെ ചെയ്ത് ഏത് കോളേജിലോ നമ്മൾ കഴിഞ്ഞ കേട്ടോ. നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ് ഇനി പ്രൊമോഷൻ പാർട്ട് കൂടെ ഉള്ളൂ. പക്ഷേ ഈ ഷൂട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മറ്റേ നമ്മൾ തന്നെ ക്യാമറ സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെ വേണം. അതെ, ഇതിനകത്ത് എല്ലാവരും നമുക്ക് ചുമ്മാ ഡയലോഗ് അടിച്ചാൽ മാത്രം മതി. പിന്നണി പ്രവർത്തകർ. അതെ അതെ അതെ. സേ ഹായ് ഗൈസ്. ഹായ്. ഈ മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പരിചയം കാണും. അതെ അതെ അതെ. നമ്മളെ ക്യാമറ വരുന്നു, ഊഞ്ഞാലാട്ടുന്നു. വാടാ എടുക്കാടാ അടുത്തത്. ഇനി മൃദുല ഇത് ഈ കോസ്റ്റ്യൂം മാറിയിട്ടാണ് ഇനി നമുക്ക് ടീച്ചർ ആവാൻ. ഞാൻ പറഞ്ഞു വൃന്ദയുടെ ടീച്ചർ ആവാം, പക്ഷെ വൃന്ദ കേൾക്കുന്നില്ല. എവിടെ നമ്മളെ ക്യാമ്പസിന്റെ പുറഭാഗം ഇവിടാണോ? ഇവിടെ സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ നമ്മളൊരു കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേര് പഠിക്കാൻ മോശമായിട്ട് നമ്മൾ മാറുന്ന പറയും. അപ്പൊ നീ സേഫാ. അപ്പം എന്റെ പേപ്പറിൽ നോക്കിട്ട് പറയാം. അതിന്റെ കണ്ടാൽ ഈ മുറി ഇംഗ്ലീഷ് കൊണ്ട് നിന്റെ ആൻസർ ഷീറ്റ് കണ്ടായിരുന്നു. ഈ മുറി ഇംഗ്ലീഷ് കൊണ്ട് നീ പോവും. സ്ക്രിപ്റ്റ് പഠിക്കാണ് ഗൈസ്. എനിക്ക് വരണ്ട ഡയലോഗ് ഞാൻ മൃദുലയോട് അടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ നൈസിന് ഇതുപോലെ ഓരോ സ്ക്രിപ്റ്റ് വരുമ്പോഴും എനിക്ക് പണ്ടും അത് ഇന്നും അത് ഈ കാണാതെ പഠിച്ച് പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് അപ്പം വായി തോന്നുന്നു പറയാം, ഓക്കെ ആണ്. ഇങ്ങനെ സ്ക്രിപ്റ്റ് വൈസ് കണ്ടോ? ഇതിനകത്തുണ്ട് പ്രവീൺ, ജർമ്മനി, മൃദുല. പ്രവീണായിരുന്നു നമ്മുടെ മൃദുലയായി. പക്ഷെ നല്ല ഷൂട്ടായിരുന്നല്ലേ, നൈസ്, കൊള്ളാം. ബർത്ത്ഡേ കഴിഞ്ഞതിന്റെ ഒരു ഇതില്ലേ, ഒരു നിന്റെ ബർത്ത്ഡേ എല്ലാവരും ഇതുണ്ട്, മാറിയിട്ടില്ല. ഒരു ഉറക്കം ക്ഷീണമൊന്നും. ടീച്ചറുടെ തോർത്തിന്റെയും ടൗലിന്റെയും കൂടെ ടീച്ചർ ക്ലാസ് മുന്നോട്ട് വരുന്നു. ടീച്ചറിന് വാദോ ആറ്റിറ്റ്യൂഡ്, ഒരു മുഖത്തൊരു കയ്പ് വരട്ടെ കൊണ്ട്. വെൽഡൺ മതി. നീ ആ പേപ്പർ ആട്ടിയത് മതി, അതിന്റെ കഴിഞ്ഞ് അത് അവിടെ ആട്ടിക്കൊണ്ട് നിൽക്കുക. അത് നിങ്ങളുദ്ദേശ വന്നിട്ടുണ്ടല്ലോ അണ്ണോ. നൂറിൽ 400? 400? വാവ്. ടീച്ചർ ഏത് സ്കൂളാണ് പഠിച്ചത്? ടീച്ചർ മക്കളെ, അങ്ങനെ അമ്പൂട്ടന്റെ ഫ്രണ്ടിൽ ഇരിപ്പോണ്ട് നമ്മളിന്ന് അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഇന്നൊരു ക്ലാസ് ഇരുട്ടി രാവിലെ തുടങ്ങിയ ഷൂട്ടാണ്. നമ്മള് ഒരു 6 മണിയായപ്പോ പോയില്ലേ. ഇപ്പൊ സമയത്ത് 6:30. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരു സ്കൂൾ, എനിക്ക് ഒന്നാമത് ഈ സ്കൂളിന്റെ തീമൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ, സ്കൂൾ കുട്ടിയായിട്ടൊക്കെ ചെയ്യാനാണ്. അതെ, കുറെ നാളായിട്ട് വിചാരിക്കുന്ന അങ്ങനത്തെ കുറച്ച് എടുക്കണമെന്ന്. പക്ഷെ സമയം കിട്ടണില്ലെന്ന് പറഞ്ഞാൽ അതൊരു ബോർ പരിപാടിയാകും. നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല. അതെ അതെ. അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. മൃദുല ടീച്ചറായിട്ടും കുട്ടിയായിട്ടും രണ്ടും ഡബിൾ റോൾ. ഇന്നൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നത് ആക്ച്വലി. പക്ഷെ പ്രൊമോഷൻ പാർട്ട് ഇച്ചിരി ഉള്ളൂ. പക്ഷെ നല്ല കോണ്ടന്റ് നല്ലൊരു ഇതായിരുന്നു. നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് കൊടുത്തു, അവരത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത്. അത് ആദ്യമായിട്ടാണ് അങ്ങനെയല്ല, നമുക്ക് പറഞ്ഞു തരാനും ഒരാള്, നമ്മള് ഷൂട്ട് ചെയ്യാൻ വേറൊരാള്, പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേറൊരാള്. ചെയ്ത ആൾക്കാർ പറയും നിങ്ങൾക്കൊക്കെ എന്തോ കഷ്ടപ്പാടുന്നു. കണ്ടന്റ് എടുക്കണം, അതിന് എല്ലാം സെറ്റ് ചെയ്യണം, ലൈറ്റ് കാര്യങ്ങള് പല ആംഗിളിൽ നിന്നുള്ള നമ്മൾ തന്നെ ഷൂട്ട് അങ്ങോട്ട് കേട്ട്. പക്ഷെ നമ്മുടെ ചാനലിൽ ഇപ്പൊ എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് ഈ ഒരു വീഡിയോ അവര് ഒരു ഏജൻസി വഴി ത്രൂ നമുക്ക് വന്നതാ. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഷൂട്ടിലൊക്കെ വേണം. ക്യാമറ നല്ല ക്യാമറ എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവര് തന്നെ അതിന്റെ ആൾക്കാരെ വിട്ട് നമ്മൾ അടിപ്പിക്കാൻ വേണ്ടി അവര് വീട്ടിൽ വന്ന്
നമ്മളെ മേലത്തെ നില ഒരു ക്ലാസ് റൂം വൈബിലോട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അമ്പൂട്ടന്റെ പാതി ഉറക്കത്തിരിക്കുമ്പോ എനിവേ നല്ലൊരു ദിവസമായിരുന്നു. ദിവസം ഫുൾ ഇങ്ങനെ പോയി. ഒന്നും മിണ്ടാത്തെ. ഇനി വീട്ടിൽ പോകണം, ക്ലീനിങ് പരിപാടികളുണ്ട്, എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്. ഇതിനിടയിൽ കൂടെ നമ്മളെ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗൈസ് ലാപ്ടോപ്പിന്റെ മൗസ് പാഡ് അടിച്ചു പോയി. അതിന്റെ ഇടയിൽ കൂടെ അതും കൂടി എന്നിട്ട് അത്യാവശ്യത്തേക്ക് നമ്മൾ വാങ്ങി വയർലെസ് മൗസ്. പക്ഷെ എന്നാലും നമ്മൾ അടിച്ചു പോയി. ഇനി അത് ശരിയാക്കി കറക്റ്റ് ഫിക്സ് ആയില്ല ഗൈസ്, റെഡി ആയില്ല സാധനം. നമ്മൾ ഈ മാസം ഒരു മാസമായിട്ട് ഫുൾ ഫോക്കസ് ഓൺ ബർത്ത്ഡേ ആൻഡ് ഇത് അങ്ങനെ നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടപ്പം ഒരു ലോഡ് കമന്റ്സ്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ, വിഷമം വന്ന്. ഡ്രസ്സൊക്കെ ഓൾറെഡി അവരെ തന്നെ കാണിച്ചതേ. അന്നേരം കമന്റ് ഇട്ടായിരുന്ന ഗോൾഡൻ വേണ്ട, ഓവറായി പോവും, വെള്ളം മതി എന്ന് പറഞ്ഞാൽ കൊറേ പേര് പിന്നെ വന്ന് പറയണേ എനിക്ക് ആ ഗോൾഡൻ തന്നെ മതിയായിരുന്നു. അതെന്നുവെച്ചാ പിന്നെ നമുക്കൊരു വീഡിയോയില് മേ ബി ചിലപ്പോ അത് കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് ഇടുമ്പം ഇത് കൊള്ളാമെന്ന് നമുക്ക് തോന്നുമല്ലോ. അത് എനിക്കങ്ങനെ തോന്നി. ഇപ്പൊ എനിക്കൊരു ഡ്രസ്സ് ഇടുമ്പം നമുക്കാണ് ആദ്യം ഒരു കോൺഫിഡൻസ് വേണ്ടത്. അപ്പം അത് വേറെ ആർക്കും വന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് അത് ഇട്ട് ഗ്ലാസ്സിൽ നോക്കിയപ്പം അടിപൊളിയാടാ എന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ അവക്കും അത് ഇട്ടപ്പോ തോന്നി. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എനിക്ക് നമ്മളെ ഡ്രസ്സിങ്ങില് നൈസായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ഇതുണ്ടായിരുന്നത്, അമ്പൂന്റെ ഡ്രസ്സ് കുറച്ചും കൂടി ഒന്ന് അതായത് അവന് കംഫർട്ടിന്റെ രീതിയിലാക്കാമായിരുന്നു എനിക്ക് തോന്നി. ആയിരുന്നു. പക്ഷെ ആ സാധനം നമ്മുടെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. നമ്മൾ അമ്പൂട്ടന്റെ ഡ്രസ്സിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്തപ്പം ആക്ച്വലി നമ്മൾ എടുത്ത മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. നമ്മൾ അതാണ് അവർക്ക് കൊടുത്തത്. നമ്മൾ പറഞ്ഞത് അവന് കംഫർട്ടായിട്ടുള്ള രീതിയിൽ മൃദുല എന്തോ മറ്റേ ബ്ലൗസിന്റെ മെറ്റീരിയൽ വെച്ച് സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു. വെൽവെറ്റിന്റെ മെറ്റീരിയൽ വെച്ച് സോഫ്റ്റ് ആക്കി ചെയ്യണേന്ന് പറഞ്ഞു. പക്ഷെ അവര് അപ്പൊ ഓക്കെ പറഞ്ഞു. പക്ഷെ അവര് തച്ചപ്പോ അവര് പറഞ്ഞു കോട്ട് രീതിയിൽ അവര് ഫ്യൂസ് ചെയ്തു. അതായത് നമ്മളൊരു നമ്മളെ വലിയ ആൾക്കാരിടുന്ന അങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നാലേ അത് നല്ല സ്റ്റഡി ആയിട്ട് നിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അവര് അങ്ങ് ഫ്യൂസ് ചെയ്തപ്പോ അത് ഭയങ്കര ഹാർഡ് ഒരു സംഭവമായിരുന്നു. കേക്ക് കട്ടിങ് സമയത്ത് കരച്ചിലായിരുന്നു. പക്ഷെ അതിന് നമ്മൾ മുമ്പ് കേക്ക് കട്ട് ചെയ്തല്ലോടി, അതിനകത്ത് അവൻ നല്ല ഹാപ്പി ആയിരുന്നല്ലോ. കുഴപ്പമില്ല. പിന്നെ പിള്ളേരെ മൂടാണ്. അവൻ ആ ലൈറ്റും എല്ലാരെയും കൂടിയൊക്കെ കണ്ടപ്പോ ഇങ്ങനൊക്കെ മോഡലാവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫ്ലെക്സിലൊക്കെ വരണമെന്ന് അല്ലേ, ജൂവലറിയുടെ ഒക്കെ. എനിക്ക് ഈ നിക്കറിന്റെ ഒക്കെ പരസ്യത്തിലെ ജോക്കിയുടെ ഒക്കെ ജോക്കിയോ അയ്യേ അല്ലല്ല, എനിക്ക് എന്റെ ഒരു 4-5 നടിമാരൊക്കെ ആയിട്ട് ഞാൻ നടുക്കേക്ക് നിന്നിട്ടേ അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വിളിക്കും. ഞാൻ വരാം, വേറെ ആരും വേണ്ട. ആഹാ, ഇത് കൊള്ളാലോ. മൺകുടത്തിൽ വഴങ്ങഞ്ഞാണ്, മൺകുടത്തിൽ ഇഡലി, അത് കൊള്ളാല്ലേ. ഇതില് കീക്കി അടിക്കുമ്പോ നമ്മൾ പോണം. ആരും നമുക്ക് ഫുഡ് കൊണ്ട് തടത്തില്ല, മനസ്സിലായില്ലേ. നമ്മൾ തന്നെ താനെ പോയി ഫുഡ് എടുക്കണം. നമുക്ക് ഇന്ന് ട്രയൽ നോക്കാം വീട്ടിൽ പോയിട്ട്. ഞാൻ കണ്ടില്ല ഇതിലിട്ടിട്ട്. അമ്പൂട്ട സ്റ്റെപ്പൊക്കെ ഇപ്പം കയറി തുടങ്ങി കേട്ടോ. ഇനി സ്റ്റെപ്പൊക്കെ അടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താക്കോലട വൈടാ, ടാക്കോള് വൈടാ. ദോശ, ഞാൻ മസാല ദോശ പറഞ്ഞു. മൃദുല തട്ടിടലി പറഞ്ഞു കേട്ടോ. കൂടെ ചട്നി ഉണ്ട്, 1 2 3 ചട്നി. ഇതെന്ത് സാധനമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എന്തോ ഒരു പേര് പറഞ്ഞു, ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്, എന്തോ സംഭവം എന്ന് പോലും അറിയാൻ വയ്യ. രാവിലെ എണീറ്റ് രാവിലെ 10-11 മണി ആയിട്ടോ. അപ്പോ ഇത്ര നേരം വരാൻ പറ്റിയില്ല. കാരണം അമ്പൂട്ട രാവിലെ ഇപ്പൊ ഞാൻ പുറത്തോട്ട് പോയ ഇത്ര സമ്മതിക്കത്തില്ല. അവൻ കാണാതെ വേണം ഇറങ്ങാൻ വേണ്ടിട്ട്. ആ അവസ്ഥയാണ് ഇപ്പൊ. ഇന്ന് നേരെ നമ്മളെ വണ്ടിയുടെ BYD ആദ്യത്തെ ഫസ്റ്റ് സർവീസ് ആണ് നമ്മളെ കാറിന്റെ. അപ്പൊ ഒരു EV കാറിന്റെ സർവീസ് എങ്ങനെയാണ്, അതിന്റെ കോസ്റ്റ് കാര്യങ്ങള് എന്നറിയാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിന് സർവീസ് സെന്റർ ഇല്ലായിരുന്നു, ഷോറൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എറണാകുളത്തെ ഉള്ളായിരുന്നു സർവീസ് സെന്റർ.
അപ്പോൾ എന്തായാലും ഇപ്പം ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം എന്തോ ആയിരുന്നു അതിന്റെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ. നമ്മളെ ഇൻവൈറ്റ് ഒക്കെ ചെയ്തായിരുന്നു, നമുക്കൊന്നും പോകാൻ പറ്റിയില്ല. ബീവേഡി ആകുമ്പോൾ അധികം തിരക്കൊന്നും കാണത്തില്ല ഷോറൂമിൽ. മേ ബി നമ്മൾ മാത്രമേ ചിലപ്പോൾ ഇന്ന് കാണത്തുള്ളൂ. ഇതിന് സത്യം പറഞ്ഞാൽ 10,000 ഇടവിട്ടല്ല സർവീസ്. ഫസ്റ്റ് സർവീസ് തന്നെ സാധാരണ എല്ലാ വണ്ടിക്കും 1000 അല്ലെങ്കിൽ 2000 ആണ്. 5000 ഒരു സർവീസ് ഉണ്ട്. വീൽ അലൈൻമെന്റ്, പിന്നെ AC ഫിൽട്ടർ ഒക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും, ലിക്വിഡ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ കാണത്തുള്ളായിരിക്കാം. 20,000 കൈ സർവീസ്, 10,000 അല്ല, 20,000. അതുകൊണ്ട് വണ്ടികളുടെ എണ്ണം പിന്നെ ഗണ്യമായി കുറയും. കാരണം ഒരു വണ്ടി സർവീസ് കഴിഞ്ഞ പിന്നെ 20,000 കിലോമീറ്റർ കഴിഞ്ഞല്ലേ നെക്സ്റ്റ് സർവീസ് ഉള്ളൂ. ബൈ ദ ബൈ, നാളെ മൃദുലയുടെ വേട്ടയാണ് സുഹൃത്തുക്കളെ. എനിക്ക് വയ്യ, നാളെ മൃദുലയുടെ വേട്ടയാണ്. എനിക്കൊന്നും പ്ലാൻ ചെയ്യാൻ പോലുള്ള സമയം കിട്ടില്ല. നമ്മളെന്തായാലും ആഘോഷിക്കാതെ എങ്ങനെ വിടുന്ന കേസ്, അതൊക്കെ നമ്മൾ ആഘോഷിക്കും. ബീവേഡിയുടെ സർവീസ് സെന്റർ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് കാണാം, ഒന്നിച്ച് കാണാം. ഞാനും കണ്ടിട്ടില്ല. ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ് ബീവേഡിയുടെ ഷോറൂം. ഈ കിടക്കുന്ന മുതൽ കണ്ട ബീവേഡി സീല്, ഇതൊരു പൊളപ്പ സാധനമാണ് ഗൈസ്. സെറ്റ് വണ്ടിയാണ്, ഞാനത് കയറിയിട്ടുണ്ട്. ഇതിന്റെ സീറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാറിലെ സീറ്റ് പോലത്തെ സീറ്റാണ്. എനിക്ക് തോന്നുന്നു 4 സെക്കൻഡോ 5 സെക്കൻഡോ എന്തോ മതി 100 കടിക്കാൻ. ഭയങ്കര പവർ സാധനമാണ് ഈ സാധനം. പിന്നെ നമ്മൾ അതേ വണ്ടിയുടെ വിലയാണ് അപ്പുറത്ത് കിടക്കുന്ന ഓട്ടോ 3. അല്ല, നമ്മളെ വണ്ടിക്കാട്ടി വില കൂടുതലാണ് ഫുൾ ഓപ്ഷന്. അപ്പം അത് നല്ല വണ്ടിയാണ്. ഇത് സെറ്റ് സാധനം, ഈ 2 എണ്ണം. രണ്ടും ഒരേ കളറ്. ഇത് നമ്മുടെ ബീവയുടെ പുതിയ വണ്ടി, നമ്മുടെ സീ ലയൺ. നല്ല ലുക്കുണ്ട്. ഒരു EV വണ്ടിയുടെ മെയിൻ്റനൻസ് ഫസ്റ്റ് സർവീസാണ്. എത്ര രൂപയ്ക്കാണ്? 1338 രൂപ കൈസ്. എന്ന് പറഞ്ഞാൽ വീൽ അലൈൻമെന്റ് നമുക്ക് പുറത്തുനിന്ന് ചെയ്താലും മതി. മൊത്തം ചെയ്തത് ഒരു വാഷ് ചെയ്ത്, വീൽ അലൈൻമെന്റ് ചെയ്ത്, പിന്നെ AC ഫിൽട്ടർ ക്ലീൻ ചെയ്ത്, ലിക്വിഡ് ഒഴിച്ച്, ബാക്കി പരിപാടി വേറെ ഒന്നും ഇല്ലല്ലോ. വണ്ടി പുറത്തുനിന്ന് 700 ആവത്തില്ല. അപ്പം വാഷിങ്ങിന് പൈസ എടുത്തിട്ടില്ല, വാഷിംഗ് ഫ്രീ ആയിരുന്നു. വാഷിംഗ് ഫ്രീ, അതാണ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ വാഷിങ്, AC ഇത് ക്ലീൻ ചെയ്ത്, ACയുടെ ഫിൽറ്റേഴ്സ് എല്ലാം ക്ലീൻ ചെയ്ത്. അപ്പം നമുക്ക് ഇനി 5000 തോറും നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ടയർ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ടയറിന് ഭയങ്കര കോസ്റ്റാണ് കേസ്. പിന്നെ ടയറിന് അറൗണ്ട് ഒരു ടയറിന് 18-17 വിലയുണ്ട് ഒരു ടയർ മാറണമെങ്കിൽ. അപ്പോൾ കറക്റ്റ് വീൽ അലൈൻമെന്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിത്തേഞ്ഞ് തീരും. എടേ വാ, നിന്റെ റെന്റലിന്റെ സാധനങ്ങളെ കൊണ്ട് കൊടുക്കുക. അവർ ഇവിടെ നിന്ന് വിളിക്കുന്നു. നീ എപ്പോ ഇവിടെ ഇരി, നമ്മൾ പോയിട്ട് വരാം. നൈറ്റ് പോയി ഗൈസ്, ഫ്രൂട്ട്സ് മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്ന് റീഫിൽ ചെയ്ത്. ഇവിടെ ഉണക്കമീൻ കറി ഉണ്ട്. ഇതൊരു പ്രത്യേകതരം പിഴിഞ്ഞുള്ളിയ. ഇതിനകത്ത് എന്തോ വറ്റൽ മുളക് ബാക്കി ഇരുന്നോണ്ട് എല്ലാം തകർത്തെടുത്തിട്ടാ. അതാ ഒരു നീറ്റല്. നമ്മളെ പിരിയമുളക്, ആ മുളക് പൊടി കൊള്ളാം അല്ലേ? നല്ല അടിപൊളി കളറ് സെറ്റ്. ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ എല്ലാരും നമ്മുടെ പിന്നെ ക്യാപ്സിക്കത്തിന് ചട്നിയുടെ റെസിപ്പി ചോദിച്ചായിരുന്നു. ഇപ്പം പറഞ്ഞുതരാം. ചെയ്തില്ലല്ലോ. ഡിപ്പ്. ഇവിടെ അമ്പൂട്ടനെ ഇവിടെ വണ്ടികൾ തട്ടി നടക്കാൻ വയ്യ ഗൈസ്. ഇതോ ഒന്ന് കാറ് എനിക്ക് വയ്യ. ഞാനിരുന്ന് ഓട്ടിക്കും. ഇതിൽ കയറാൻ പറ്റൂല, അതിലിരുന്ന് ഓട്ടിക്കും. ഇന്നലെ ഞാൻ അതിനകത്തിരുന്ന് ഓട്ടിച്ചതിനും ഭയങ്കര കരച്ചിലായിരുന്നു. ഇവിടെ അവിടുന്ന് പിന്നെ ഇയാൾക്ക് ഒരു വണ്ടി. ഞാൻ കൊച്ചിലൊന്നും ഇങ്ങനത്തെ വണ്ടിയിലൊന്നും ഇരുന്ന് ഓടിച്ചിട്ടില്ല. നമ്മളൊക്കെ മെതിയടി മിണ്ടാരടാ. ഞാനൊക്കെ ആണെങ്കിൽ സിൽപോൺസിന് ടയർ വെട്ടിയിട്ട് വണ്ടി ഉരുട്ടിക്കൊണ്ട് കിടന്നു. അല്ലാതെ നമുക്കൊന്നും ഇല്ലായിരുന്നു റിമോട്ടിൽ കറങ്ങണ കാറൊന്നും. ഇവ സെൽഫിഷ് ആണ് ഗൈസ്. ഇവ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. നടക്കടാ. വണ്ടി എടുത്തു ഉരുട്ടടാ. അങ്ങോട്ടും ഉരുട്ടടാ. എന്നിട്ട് ഇവിടെ കീയ കൊണ്ട് ഞക്ക് ഓപ്പൺ ഡോർ. ഇത് നല്ല എയർ ഫ്രയർ ആട്ടോ. ഇത് സൂപ്പർ സാധനം ഗൈസ്. ഇത് പ്രൊമോഷൻ ആയിട്ടൊന്നും എടുക്കണ്ട. ഞാൻ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം. ഐ ലൈക്ക് ഇറ്റ്. നട്ടി പൊളി സാധനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. എനിക്ക് ഇന്നാളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു സാധനം. പക്ഷെ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ട് വരും. അതുമല്ല ഒരുപാട് സാധനം നമ്മൾ വെക്കാനും പറ്റും. അഫോർഡബിൾ പ്രൈസും ആണ്. എനിക്കിനി രാത്രി കഴിവാനായിട്ട് പാത്രം ഇത്ര ഉണ്ടല്ലോ. മറ്റേ എന്തെങ്കിലും വെച്ച് അടുക്കളയിൽ 2 ഇളക്കിളക്കാനെങ്കിലും കയറും. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ഞാൻ അടുക്കള കയറില്ല ഗൈസ്. ഞാൻ കുറെ നാളെ എന്തെങ്കിലും കയറി ഉണ്ടാക്കിയിട്ട്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ്. മറ്റെന്താ നാളെ താങ്കളുടെ ബർത്ത്ഡേ അല്ലേ? അതെ, നമുക്ക് എന്താ ബർത്ത്ഡേ? അപ്പൊ ആഘോഷമില്ല. അപ്പോ
കുക്കർ തുറങ്ങപ്പോ ബർത്ത്ഡേ നാളെ ചട്നി ഉണ്ടാക്കണം. നിക്കണം. ക്യാപ്സിക്കം ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മള് ക്യാപ്സിക്കം ചുട്ടെടുക്കണം. ചുട്ടെടുക്കുമ്പോഴേ നല്ല ഫ്ലേവർ കിട്ടും. കുറച്ച് സവാള. ഇതെന്റെ റെസിപ്പി അല്ല, എന്റെ ഹസ്ബൻഡിന്റെ റെസിപ്പിയാണ്. അങ്ങനെ പറഞ്ഞു കൂടെ. ഏറ്റെടുത്തു. അത് ഇത്രയും വേണോ? ഞാൻ തോനെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കഴുകി വെച്ചത്. പിന്നെ നമ്മുടെ ഗ്രീക്ക് യോഗട്ടാണ് മെയിൻ നായകൻ ഗൈസ്. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടു. കുറച്ച് നാരങ്ങ നീരും കൂടി അങ്ങോട്ട് മുകളിലോട്ട് പീച്ചി കൊടുക്കാം. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അതാ മറന്നുപോയല്ലേ. ഞാൻ കൂടെ നിക്കണം ഗൈസ്. ഞാൻ ഉണ്ടായാലേ പറ്റുമോ നോക്ക്. എവിടെ കൊണ്ടുപറ്റത്തില്ല. ഇനി നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തീർന്നത് ഗൈസ്. കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടും. നല്ല തിക്കായിട്ട് അടിപൊളി ടേസ്റ്റാ. ട്രൈ ചെയ്ത് നോക്കിയോ. മയോ ഒന്നും നോക്കോട്ട് മാറി നിൽക്കും. മയോണൈസ് ഒക്കെ നോട്ട് റെക്കമെൻഡഡ്. ഇതാണ് ഹെൽത്തി. ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ സാധനം. ഈ പാത്രത്തിൽ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 2 വീക്സ് വരെയൊക്കെ നല്ല സുഖമായിട്ടിരുന്നു. തീരും. അത് വേറെ കാര്യം. ഗൈസ് ചിക്കൻ ഫ്രൈ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഷോയിങ് DNA ആണ്. നീ ഇപ്പൊ ചിക്കൻ അഡിക്റ്റ് എന്നെ പോലെ മാറ. എന്റെ ചിക്കൻ കാലി തൊട്ടോ ഞാൻ ഒന്ന് നോക്കി. എനിക്ക് വേറെ എന്ത് സഹിക്കും. ഞാൻ ചിക്കൻ കാലി എന്ന് പറഞ്ഞ കാലി കൈ വിട്ടാണ്. എടാ കണ്ടോ കണ്ടോ ഞാൻ ചിക്കൻ കാലി. എടാ ചിക്കൻ കാലി ചൂട് ചൂടാ ചൂടാ ചൂടില്ലെങ്കിൽ നമ്മുടെ ഡിപ്പിലോട്ട് കൈ തടവ്. കൊതി ഇറങ്ങുന്നേ പിച്ചി കുറഞ്ഞ കൊച്ചി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ബിഗ് ബോസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ഇല്ല, ഇനി തീരുന്നാറായില്ലേ പറയും പോലെ. നാളെ തീരുവാണ് ഗൈസ് ബിഗ് ബോസ്. അപ്പോൾ ഇന്ന് തീരുവോ? നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇന്ന് തീരുവോ? ഓക്കെ, അപ്പോൾ ആര് വിൻ ചെയ്യുമെന്ന് ഞാൻ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യട്ടെ. എന്റെ മനസ്സിൽ ഇപ്പൊ ടോപ്പ് 5 ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ 100 ഔട്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വട്ടം കപ്പടിക്കുന്നത് അനീഷ് ആണെന്നാണ് കേട്ടോ. അനീഷ് കപ്പ് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. പുള്ളിക്ക് നല്ല ഔട്ട് കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അനുമോളാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ഇമോഷണൽ ആയിട്ട് നമ്മളെ കുറച്ചുകൂടി ഒന്ന് ഇതാക്കുന്നത് അനുമോളാണ്. അത് മാത്രമല്ലേ കുറെ പേർക്ക് അനുമോളെയാണ് ഇഷ്ടം. അതായത് ഇപ്പൊ അമ്മയ്ക്ക് തന്നെ ഇവിടെ അനുമോൾ എന്ന് പറഞ്ഞാൽ മരിക്കും. അനുമോൾ വഴക്കുറേ വിടുന്നത്. അപ്പൊ അത് പറയുന്ന കാര്യത്തിൽ എല്ലാം പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മാറ്റി നിർത്തിയ പുള്ളിക്കാരി നല്ലൊരു ഗെയിമറാണ്. ഞാൻ ആലോചിച്ചത് അമ്മയ്ക്ക് അനുമോൾ അത്ര എല്ലാ വീട്ടിലെ അമ്മമാർക്കും അനുമോൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നല്ലേ? കിടക്കുന്ന ഒരു താക്കോൽ അനാഥയായി കിടക്കുന്നുണ്ടോ? ഇത് എവിടെ കയറി പോകുമ്പോ എവിടെ കയറുന്നടാ? കേറു കാല് നിലത്ത് തൊട്ടിട്ടില്ല അമ്മൂന്റെ പൊന്നോ. ഇതിനു വേണ്ടി അവിടെ ഇവിടെ വരെ വന്ന അമ്മ ദിവസവും അനുമൂക്ക് വോട്ട് ചെയ്യും കേട്ടോ. വോട്ട് ചെയ്യും. ഇപ്പം ആദ്യം വോട്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഫുൾ വോട്ടാണ്. നമ്മളോടും പറയും വോട്ട് ചെയ്യും. അങ്ങനൊക്കെ ഒരു പറച്ചിലാ. അതെ. അനീഷിനെ കുറച്ചും കൂടി ഇഷ്ടമാണ്. പക്ഷെ ലാസ്റ്റ് വന്നപ്പം പല ഗെയിമുകളിലും പുള്ളി ഇച്ചിരി ഒരു 3-4 ദിവസമായിട്ട് കത്തി നിൽക്കുന്ന അനുഭവം. അതെ. ഇപ്പോഴത്തെ PR അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ സോഷ്യൽ മീഡിയ വന്ന ഒരു കുറെ അലമാക്കി. അത് സത്യം കേട്ടോ. എന്തിനാ അയ്യോ എനിക്ക് കുളം വന്നു കേട്ടോ. പുറത്തുനിന്നും പറഞ്ഞ് കുറെ ടീമുകൾ വന്ന്. പക്ഷെ അതുവരെ നമ്മളെ ബിഗ് ബോസ് വേറൊരു വൈബിലാണ് പൊക്കോണ്ടിരുന്നത്. കാരണം നമ്മൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം ഒരു സെൻഡ് ഓഫ് ഉണ്ടല്ലോ, അതിനൊരു വൈബ് ഉണ്ടല്ലോ. ഈ സെൻഡ് ഓഫിന്റെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സെൻഡ് ഓഫ് വൈബ്, ആ ഒരു വൈബിൽ പൊക്കോണ്ടിരുന്ന ഒരു ബിഗ് ബോസ് ആണ്. എവര് വന്ന് അടി വെള്ളപ്പൊക്കമായി സത്യം. അതിനകത്ത് റീ എൻട്രിയിൽ എനിക്ക് ആകെപ്പാടെ അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിയും കൊള്ളായിരുന്നു. മസ്താനി കുഴപ്പമില്ലായിരുന്നു, ഒതുങ്ങി. അതെ പുള്ളിക്കാരി നല്ലോണം നിന്ന്. പിന്നെ അങ്ങോട്ട് ആൾക്കാർ പഴക്കിന് പോയിട്ടും പിന്നെ നമ്മളെ അഭിലാഷ് ആ പുള്ളി ആ ബ്രോയും നല്ലോണം നിന്ന്. കാരണം അവര് കണ്ടസ്റ്റൻസ് അല്ല. അതെ ഗസ്റ്റ് ആയിട്ട് വരുന്ന പോണം. ചുമ്മാ ഇല്ല കുടുംബശ്രീ കുറ്റം പറയുന്നതൊക്കെ അവിടെ നീറ്റാണ് പോയി. പക്ഷെ
ആര്യനും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അനുമോൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ട്. അതെ അതെ. സത്യത്തിലേ PR ചെയ്യുന്നത് എവരാണ് ഗൈസ് എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് PR ഉണ്ടായിരിക്കും എല്ലാവർക്കും, അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഇത്ര സപ്പോർട്ട് ഇപ്പം കൂടിയതിൻ്റെ മെയിൻ റീസൺ ആൾക്കാർ അകത്ത് കയറിയിട്ട് നമ്മുടെ അനുമോൾക്ക് നല്ല സപ്പോർട്ടായി. എനിവേ ഇവിടെ വന്നു, ഇതില് റോൾ ഇല്ലെന്ന് മനസ്സിലായി, അവിടെ പോയി ഒറ്റയ്ക്കിരുന്ന് വീട് കിട്ടുന്നു. കണ്ടോ? മൃദുലയ്ക്ക് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആര് ജയിക്കണമെന്നാണ്? അനുമോള് ജയിച്ചോട്ടെ, അമ്മയ്ക്ക് ഹാപ്പി ആവില്ല. എനിക്ക് അനീഷ് ജയിക്കണമെന്നുണ്ട് കേട്ടോ. അനീഷ് പുള്ളിക്കാരൻ ജയിക്കണമെന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ ക്യാരക്ടർ ഫേക്ക് ആണോന്നോ അല്ലെങ്കിൽ പുള്ളിനകത്ത് റിയൽ ആണോ നിൽക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ അനീഷിന് മാത്രമേ അറിയൂ. പക്ഷേ അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ വേറൊരു കാര്യം, പുള്ളി ഈ ബിഗ് ബോസിൽ വരണമെന്ന് അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എത്രയോ കൊല്ലം ഇതിൻ്റെ പുറകെ നടന്ന് പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. അത്ര എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് പുള്ളി ജയിക്കണം എന്നൊരു ആഗ്രഹം. നല്ല ഗെയിമാണ്, നല്ലോണം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അനീഷ് ജയിക്കും എന്നാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ആണോ മൃദുലയുടെ പ്രഡിക്ഷൻ ആണോ നോക്കാം. അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് ജയിക്കുമെന്ന് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, നോക്കാം. നാളെ ഓക്കെ നാളെ. അനുമോക്ക് വോട്ട് ചെയ്താ? നമ്മൾ വീഡിയോയിൽ പറയുമായിരുന്നു നാളെ ആര് ജയിക്കണമെന്ന്. കാരണം ഇനി അനുമോള് ജയിക്കും. ഓ, ഞാൻ പറയുന്നത് അനീഷ് ആയിരിക്കും ജയിക്കുന്നത്. അനു ജയിക്കണമെന്ന് ആഗ്രഹം, അനീഷ് ജയിച്ചാലും മതി. ഓക്കെ. ഇന്ന് വോട്ട് ചെയ്ത് അനീഷിന് ഒരു വോട്ടെങ്കിലും അനീഷിന് കൊടുത്തുവിടായിരുന്നോ? കൊടുക്കത്തില്ല. മൃദുലേ ഒരു വോട്ട് പോലും പാഴാക്കൂല കേട്ടോ. അപ്പൊ അനുമോൾ ഇത് ഇറങ്ങിയിട്ട് ഈ വീഡിയോ എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അനുമോളുടെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ഈ ഇരിക്കുന്നത്. അനുമോളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞ് അമ്മ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് വഴക്ക് പറയും അവരെ. അപ്പൊ അനുമോൾ അറിയാൻ കഴിയും എന്തെങ്കിലും ഒരു അനുമോൾ എന്നുകൊണ്ട് കാണിക്കണം. അതെ. അമ്മ അത്രയ്ക്ക് അനുമോൾ ഫാനാ. അപ്പൊ ജനങ്ങൾ ജയിപ്പിക്കുന്ന വെറുതെ ആരും ജയിപ്പിക്കൂലല്ലോ. അപ്പൊ അർഹതപ്പെട്ടവർ തന്നെ കപ്പ് ഉയർത്തട്ടെ. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. നീ മോഹൻലാൽ ലാലേട്ട കപ്പ് കൊണ്ടുപോയി. ഞാനും പറയുന്നുണ്ട് ഈ വട്ട കപ്പ് ലാലേട്ടനായിരുന്നു. ലാലേട്ടന്റെ ഷോ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ നീ തോളൊക്കെ ചരിച്ച് പറഞ്ഞ ഈ വട്ടം ആര് ജയിക്കുന്നു? ലാലേട്ടൻ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.